മറ്റൊരു വീഡിയോ നമുക്കിവിടെ പരിചയപ്പെടാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറയുന്ന ബിസിനസ് പ്ലാറ്റ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പോസ്റ്റ്, വീഡിയോ, റീലൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റാ ബിസിനസ് സ്യൂട്ടിനെ കുറിച്ച്. അപ്പൊ അതിൽ ഞാൻ ഈ ഒരു ഷെഡ്യൂളിംഗ് ഓപ്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് നമുക്ക് ഷെഡ്യൂളിംഗ്, എങ്ങനെയാണ് മെറ്റാ ബിസിനസ് സ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഷെഡ്യൂളിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കുക എന്നതാണ്. ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മെറ്റാ ബിസിനസ് സ്യൂട്ട് ഓപ്പൺ ചെയ്യാം. മെറ്റാ ബിസിനസ് സ്യൂട്ട് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ക്രിയേറ്റ് പോസ്റ്റ്, ക്രിയേറ്റ് റീല്, സ്റ്റോറി എല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പ്ലാനറിലേക്ക് പോവാം. പ്ലാനർ എന്ന് പറയുന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ വരും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെറ്റാ ബിസിനസ് സ്യൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്ലാനർ എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടെ നിങ്ങൾക്ക് കാണണം, പഠിക്കണം എന്നുണ്ടെങ്കിൽ. എനിവേ, ഇതാണ് പ്ലാനർ. ഈ പ്ലാനറിൽ നമ്മളിവിടെ ഈ ജസ്റ്റ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും ഇവിടെ കാണാം. ക്രിയേറ്റ് പോസ്റ്റ്, ക്രിയേറ്റ് സ്റ്റോറി, ക്രിയേറ്റ് റീല്, എല്ലാ ഓപ്ഷൻസ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് റീലാണ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റീല് ക്ലിക്ക് ചെയ്യുക. സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറി ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ അവൈലബിലിറ്റി, നമുക്ക് തിരക്കാവുന്ന സമയത്ത്, ഒരു ബിസി ആവുന്ന സമയത്ത് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, മുൻകൂട്ടി 2 ദിവസം മുന്നെയോ 5 ദിവസം മുന്നെയോ നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അത് ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് അപ്ലോഡ് ആയിക്കോളും. ഇതാണ് ഷെഡ്യൂൾ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു, എക്സാമ്പിൾ നിങ്ങൾ ട്രാവലിംഗിലാണ്, റേഞ്ച് പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മോർണിംഗ് സെറ്റ് ചെയ്ത് വെക്കാം, വൈകിട്ട് 5 മണിക്ക് ഈ പോസ്റ്റ് കയറണം. സോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതാണ് ഷെഡ്യൂളിംഗ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വിൻഡോ ഓപ്പൺ ചെയ്ത് കണ്ടില്ലേ, നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ രണ്ടും കൂടെ കണക്റ്റഡ് കാണിക്കും. ഓക്കെ, നമുക്ക് ഫേസ്ബുക്ക് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അതല്ല, ഫേസ്ബുക്ക് ഒഴിച്ച് ഇൻസ്റ്റാഗ്രാമിന് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി, അതും കൊടുക്കാം. ഓക്കെ, അത് നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. യെസ്, അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തത് രണ്ടും എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഏത് പോസ്റ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ഏത് വീഡിയോ ആണോ, അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഞാനൊരു പോസ്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, പോസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് എന്ത് ചെയ്യും, അപ്ലോഡിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട് അല്ലെ. അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു കണ്ടന്റ് വേണം അല്ലെ. അപ്പൊ അതിന് കണ്ടന്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണുള്ളത്. ഓക്കെ, അപ്പൊ കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാനുവലിയും ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ടൂളുകൾ ഉണ്ട്, ചാറ്റ് GPT, ജെമിനി, അതുപോലെ തന്നെ കോപൈലറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഓൾറെഡി ചെറിയൊരു സ്ക്രിപ്റ്റ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രിപ്റ്റ് അതിനിടെ ഫേസ്ബുക്ക് ആഡ് കോപ്പി അബൌട്ട് സെൽ ഡിജിറ്റൽ കോഴ്സ്. ഓക്കെ, നമുക്ക് കോപൈലറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള, മൈക്രോസോഫ്റ്റിന്റെ ടൂളാണ്, ഒരു AI ടൂളാണ്. ഓക്കെ, കോപൈലറ്റ് ഫ്രീ ആണ് കംപ്ലീറ്റ്ലി. അപ്പൊ നമുക്കിവിടെ ചെറിയൊരു ടെക്സ്റ്റ് കിട്ടിയാൽ റെഡി ടു ടേൺ, ക്ലിക്ക് ഇൻ ടു ക്ലയന്റ് ആൻഡ് ജോയിൻ അനൂപ്സ് ഡിജിറ്റൽ മാസ്റ്റർ ക്ലാസ്. ഓക്കെ, നോ പ്രോബ്ലം, ഗുഡ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം, നേരെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ വന്ന് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കത് വേണ്ട രീതിയിലേക്ക് ഒന്ന് അലൈൻ ചെയ്യുക, കണ്ടന്റ് അലൈൻ ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്തത്, വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്തിടരുത്. അപ്പോൾ ആളുകൾക്ക് കാണുമ്പോൾ ഒരു അറ്റൻഷൻ കിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സെൽഫ് ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് പേര് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ലൊക്കേഷൻ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ കോണ്ടാക്ട്, കോൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. വെബ്, നിങ്ങളുടെ വെബ് അഡ്രസ്സ് കൊടുക്കാം. നിങ്ങളുടെ മെയിൽ കൊടുക്കാം. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒക്കെ കൊടുക്കാം. ഇനി അതർ സർവീസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എങ്ങനെ, സർവീസ് എന്ന് പറഞ്ഞിട്ട് അതും കൊടുക്കാം, നോ പ്രോബ്ലം. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് 1-2 ഹാഷ്ടാഗുകളും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ജസ്റ്റ് ഞാൻ 1-2 ഹാഷ്ടാഗ്, 20+ ഹാഷ്ടാഗ് വരെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഫസ്റ്റ് ഹാഷ്ടാഗ് ഞാൻ എൻ്റെ പേരിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതാണ് എക്സാക്ട് നിഷ്, അതാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം, അതും കൂടെ പ്ലേസ് ചെയ്യണം. പിന്നെ ആളുകൾ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓക്കെ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ലേൺ ഡിജിറ്റൽ
മാർക്കറ്റിംഗ് ഇങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൺലൈൻ. സോ ഓൺലൈൻ ആണ്. വേണമെങ്കിൽ നമുക്ക് ലൊക്കേഷനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി കേരള എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെന്താ വേണ്ടത്? ഓക്കെ, നമുക്ക് പേഴ്സണലി കണക്ട് ചെയ്യാൻ ട്രെയിനർ എന്ന് കാണിക്കാം. ട്രെയിനറിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ഇങ്ങനെയും കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഹാഷ്ടാഗുകൾ കറക്റ്റായിട്ട് സ്പേസ് ഇട്ട് കൊടുക്കുക. ഓരോ ഹാഷ്ടാഗ് കഴിയുമ്പോഴും സ്പേസ് കൊടുക്കുക. ഹാഷ് കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് ആ പേര് എൻ്റർ ചെയ്യുക, അത് കഴിഞ്ഞ് സ്പേസ് കൊടുക്കുക. നിങ്ങളോട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഹാഷ്ടാഗ് കൊടുത്തിട്ടുള്ളതെന്ന്, അതിനനുസരിച്ച് മാത്രം ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ എൻ്റർ ചെയ്ത് ലൊക്കേഷൻ ആഡ് ചെയ്യുക. ലൊക്കേഷൻ എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ദെൻ വാട്സപ്പ് ആണോ, കോൾ ആണോ, മെസ്സഞ്ചർ ആണോ, ഏതാണ് കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ? എനിക്ക് വാട്സപ്പ് ആണ്. സോ വാട്സപ്പ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി വാട്സപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്ക് ആയിക്കോളും, നിങ്ങളൊന്നും ചെയ്യേണ്ട. ദെൻ പബ്ലിക് അത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. തൊട്ട് താഴെ ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് കാണാം അല്ലെ. ജസ്റ്റ് അണേബിൾ ചെയ്യുക. അണേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് 15-ാം തീയതി ആണോ അതോ 20-ാം തീയതിയാണോ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്, ഡേറ്റ് ഫിക്സ് ചെയ്യുക. ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഒരു സമയമേ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു പോസ്റ്റ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം വേറൊരു പോസ്റ്റ് 25-ാം തീയതി ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഓരോന്നോരോന്ന് മാനുവലി മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ആക്റ്റീവ് ടൈം ഏത്, 20-ാം തീയതി ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നത്തെ സമയം വെച്ച് നോക്കുമ്പോൾ 15:06 ഇന്നത്തെ സമയമാണ് കാണിച്ചാലേ ആക്റ്റീവ് ടൈം 10:30, അതുപോലെ തന്നെ 10:30, ദെൻ 10:30. ഓക്കെ, അപ്പൊ ഇതിൽ ടൈം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനനുസരിച്ച് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് 15-ാം തീയതി, നാളെ, അതുപോലെ തന്നെ 17-ാം തീയതി, 3 ദിവസങ്ങളുടെ ടൈമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാം. ഇതിപ്പോ 20 എന്ന് പറയുമ്പോൾ നമുക്കൊരു അങ്ങനെ ടൈം നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ടൈം എപ്പോഴാണോ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് ഏത് സമയമാണ്. ഇപ്പൊ 13 എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 1 മണിയാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അതല്ല നിങ്ങൾക്ക് വൈകിട്ട് 5 മണിക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 17:03 5 മണി ഷാർപ്പിന് കയറണമെന്നുണ്ടെങ്കിൽ 17:03 റെയിൽവേ ആ ടൈമാണ് വരുന്നത്. ഓക്കെ, 17 ഓക്കെ ഫൈൻ. അപ്പൊ 5 മണിക്ക് കറക്റ്റ് 20-ാം തീയതി ഈ ഒരു പോസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ലോഡ് ചെയ്തോളും. അപ്പൊ നമ്മളിത് ഈ ഷെഡ്യൂള് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയും വെച്ചാൽ ഈ പോസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിന്റെ ഒരു സെക്കൻഡറി ഒരു മെമ്മറി ഇതായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അത് ആ സമയമാവുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിലുള്ള ടെക്നോളജി കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പോസ്റ്റ് പുഷ് ചെയ്തിട്ട് അത് ലൈവ് ആയിക്കോളും. അത്രയേ ഉള്ളൂ. ഒരു ചെറിയ ലെയർ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നു, മാറുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ പോസ്റ്റ് ലൈവ് ആവുന്നു, പബ്ലിക്കിന് കാണാൻ പറ്റുന്നു, അവർക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ലൈവ് ആയിക്കോളും. ഇത്രയേ ഉള്ളൂ നമ്മൾ ഷെഡ്യൂൾ ഓപ്ഷൻ. അപ്പൊ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഇതുപോലെ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. നമ്മളിടുന്ന പോസ്റ്റ് കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടൈം ലൈനിൽ പ്രോപ്പർ ആയിട്ട് തന്നെ ആഡ് ആയിക്കോളും. ഇതുപോലെ തന്നെ നമുക്ക് വീഡിയോസും അപ്ലോഡ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോറി ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെയിം മെത്തേഡാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 30 വീഡിയോസ് 30 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു 2-3 ദിവസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു മാസത്തേക്കുള്ള പോസ്റ്റും വീഡിയോ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഒരു മാസം നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പോസ്റ്റ് ചെയ്യാനുള്ള സമയം ഡെയിലി നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന് വരെ ഒരു 2-3 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു കലണ്ടർ മെയിൻറ്റെയിൻ ചെയ്യുക, കറക്റ്റ് ആയിട്ട് കണ്ടന്റ് മാനേജ്മെന്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ മൺഡേ ഏത് പോസ്റ്റ് കയറണം, വെനസ്ഡേ ഏത് പോസ്റ്റ് കയറണം, ഫ്രൈഡേ ഏത് പോസ്റ്റ് കയറണം, അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനോട് ഏതെങ്കിലും ഫെസ്റ്റീവ് പോസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റായി പോസ്റ്റ് ഉണ്ടോ, വീഡിയോ ആണോ, റീലാണോ, എന്താണ് വേണ്ടത്, കറക്റ്റ് ഒരു 3 ദിവസം ഡെഡിക്കേറ്റ് ചെയ്തിരുന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പൊ ക്രിയേഷൻ, വീഡിയോ ഉണ്ടാക്കാൻ, പോസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയം നിങ്ങൾക്ക് വെറുതെ പോവില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. എനിവേ, ഈ ഒരു വീഡിയോ ലെസൺ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം.
ഓക്കെ, ഞാനിവിടെ ഇത് ഷെഡ്യൂൾ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ഫിനിഷ് ലേറ്റർ പിന്നീട് കംപ്ലീറ്റ് ചെയ്തോളാം. ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യം ഞാൻ പറഞ്ഞില്ല, ഒരു സെക്കൻഡറി മെമ്മറിയിൽ സേവ് ആയി കിടന്നോളും. ആവശ്യ സമയത്ത് അത് അപ്ലോഡ് ആവാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ലെസണിൽ നമ്മൾ കൂടുതൽ വീഡിയോയിലൂടെ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ലെസണിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.